മൈൻക്രാഫ്റ്റിൻ്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗൈസ് ചത്തിട്ടുണ്ടായിരുന്നു ഡയമണ്ട് ആർമർ, അതേപോലെ നമ്മളെ കൈക്കുള്ള ഡയമണ്ട് ഒക്കെ റീസ്പോണായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ആ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഗൈസ് നമ്മൾ അയൺ ഫാർമിൽ നിന്ന് അയണൊക്കെ എടുത്തിട്ട് എമറാൾഡ് ആക്കി, എമറാൾഡ് കൊടുത്ത് ഫുള്ള് ഡയമണ്ട് ആർമർ അതേപോലെ ടൂൾസും ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കുന്ന ഗൈസ് നമുക്ക് ആ ബുക്ക് എടുക്കണം, അതേപോലെ ഡയമണ്ട് കൊടുക്കണം. ഗൈസ് നമുക്ക് ആ ബുക്ക് എടുക്കുന്ന മുമ്പ് ഗൈസ് നമുക്ക് ആദ്യം ഡയമണ്ട് എടുക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ ആയിരുന്നു മൈനിങ് ചെയ്തിരുന്നത്, ഇതവിടെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡയമണ്ട് ഫസ്റ്റ് മൈൻ ചെയ്തിട്ട് ആ ബുക്ക് എടുക്കാൻ പോകും. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് എന്നാൽ മൈനിങ്ങിൽ പോകാം ഡയമണ്ട് എടുക്കാൻ. ഗൈസ് നമുക്ക് മൈനിങ് ചെയ്യുന്നതിന് മുമ്പ് ഗൈസ് നമുക്ക് നമ്മളോട് ഒരു പ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാക്കാൻ, എന്തിന് സെറ്റിങ്സ് മാറ്റാൻ, ക്ലാസ്സിൽ ഇടാൻ പറഞ്ഞു ഗൈസ്. അതായത് കാണിച്ചു തരാം. ഇത് ഗൈസ് പോക്കറ്റ് ഉള്ളത് ക്ലാസ്സിൽ ഇടാൻ പറഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ആ പ്രോ പറഞ്ഞത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതിങ്ങനെയാണ് ഉണ്ടാവുക. നമ്മുടെ മേലുള്ള ലോഗും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടുവരും. പിന്നെ നമ്മുടെ ചെസ്റ്റൊക്കെ ബെഡ് റോക്ക് പോലെ ആയിട്ടുണ്ടാകും, അല്ല ജാവ പോലെ ആയിട്ടുണ്ടാകും. ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഗൈസ് നമ്മൾ ആ പ്രോ പറഞ്ഞത് ഗൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഗൈസ് ഞാൻ പറഞ്ഞ് ലാഗ് പിടിപ്പിക്കുന്നില്ല ഗൈസ്. നമുക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ അടിക്ക് കുഴിച്ചു കഴിഞ്ഞ് ഗൈസ് നമ്മൾ ഈ പ്രാവശ്യം എല്ലാ കാര്യങ്ങളും ഗൈസ് നമ്മളിൻ്റെ മുകളിലേക്ക് വരില്ല, താഴെ എന്നാണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കും. കാരണം ഗൈസ് നമ്മളൊക്കെ ഫുഡ് സാധനങ്ങളുണ്ട്, ഒക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് എന്നാലും താഴോട്ട് പോകാം. താഴോട്ട് പോയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതായത് നമ്മളങ്ങനെ വൈ ലെവൽ 59 വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്നാണ് ഗൈസ് നമുക്ക് ഡയമണ്ട് കിട്ടൽ. ഓക്കെ, ഇനി ഗൈസ് നമ്മൾ ഡയമണ്ട് പിക്കാക്സ് പൊട്ടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമ്മളൊരു 11 അയൺ കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ടോർച്ചും അതേപോലെ എല്ലാതും ഗൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഗൈസ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് പോയി താഴേക്ക് വരുന്ന അടിയിലാണ് ഗൈസ് നമ്മൾ പടമായത്. അതെനിക്ക് നല്ലോണം ഓർമ്മ ഉണ്ടായിരുന്നു. പടമായത് എന്തായാലും മറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഗൈസ് ശരിക്കും നമ്മളിവിടെ കിടന്ന് കുഴിച്ചാൽ മതി, നമുക്ക് എന്തായാലും കിട്ടും. ഇവിടുന്ന് നമ്മൾ ഈ സൈഡിലോട്ട് കുഴിക്കുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ കിട്ടാതിരിക്കാൻ സാധ്യത ഇല്ലാതെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കുഴിച്ചൊക്കെ നോക്കാം. ചിലപ്പോൾ എങ്ങാനും ഡയമണ്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ. ഓക്കെ, നമുക്ക് അങ്ങോട്ടൊക്കെ കുഴിച്ച് നോക്കണം. ഇവിടുത്തെ ഡയമണ്ടൊക്കെ എടുത്ത് എന്നാൽ ഞാൻ ഡയമണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, അതാകും നല്ലത്. ഓക്കെ, ഞാൻ ഡയമണ്ട് കണ്ടാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കങ്ങനെ ഫൈനലി കുറച്ച് ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കിട്ടോ കാരണം തന്നെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ കുറേ നേരമായി ഇങ്ങോട്ട് കുഴിച്ചു. നമ്മൾ അങ്ങോട്ട് കുറച്ച് കുഴിച്ച് കണ്ട് ആ സൈഡിലേക്ക് കുറച്ച് കുഴിച്ച് ഗൈസ് നമ്മൾ ഇങ്ങോട്ട് കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി. ഡയമണ്ട് കിട്ടിയ ഒന്നിപ്പോൾ നമ്മൾ കഴിക്കണ്ടേ. ഓക്കെ, ഇപ്പോൾ കുറേ ഡയമണ്ട് ഉണ്ടായാൽ മതി. അപ്പോൾ എത്ര നമുക്ക് കിട്ടി? 5 കിട്ടി ഗൈസ്. നമുക്ക് ഇന്നും ഇതേപോലെ കുറേ ഡയമണ്ടും കാര്യങ്ങളും വേണം. ഓക്കെ ഗൈസ്, നമുക്ക് ഇന്നും ഡയമണ്ടും കാര്യങ്ങളൊക്കെ നോക്കാം. ഗൈസ് ഇന്നും ഡയമണ്ട് ഇട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്കിങ്ങനെ ഡയമണ്ട് പിന്നെയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒന്നുള്ളൂ. നമുക്കിങ്ങനെ ഡയമണ്ട് കിട്ടണം. നമുക്കിപ്പോൾ 6 ആയിട്ടുള്ളൂ ഗൈസ്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ കുഴിച്ച് പോകേണ്ട അടിയിൽ ഡയമണ്ട് കിട്ടാണ്. ഓക്കെ, ഇപ്പോൾ 6 കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ. നമുക്ക് ഇന്നും ഡയമണ്ടും കാര്യങ്ങളൊക്കെ വേണം. കിട്ടോക്കാരം. ഓക്കെ, ബിക്കോസ് നമുക്ക് ഇന്ന് ഡയമണ്ട് കിട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ഡയമണ്ട് അല്ല മേലേക്ക് കുഴിച്ച് പോയപ്പോൾ അവിടെ ഒരു കേവ് ഉണ്ട്. ബിക്കോസ് നമുക്കൊരു ആ കേവൊക്കെ ഒന്ന് പോയി നോക്കാം.
ഓക്കെ ഏതായാലും ഇവിടെ ഒക്കെ വന്നതല്ലേ. അയ്യോ ഞാൻ കൂടി വരില്ല. അപ്പോൾ ഇവിടെ എങ്ങാനും ഡയമണ്ടും കാര്യങ്ങളും ഉണ്ടാ നോക്കട്ടോ. ഓക്കെ ഇവിടെ ഡയമണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് നമുക്കങ്ങനെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമ്മൾ ഫോണിൻ്റെ അടിയിൽ ഗൈസ് ഒരു കീപ്പർ പൊട്ടി. കീപ്പർ വന്ന് പൊട്ടിയപ്പോൾ ഇവിടെ ഡയമണ്ട്. ഓക്കെ അത് നമുക്കിപ്പോൾ 3 കിട്ടി. ഓക്കെ ഗൈസ് നമുക്കങ്ങനെ 2 ഡയമണ്ട് കൂടി കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഇതും കൂടി പൊട്ടിക്കാം. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. ഗൈസ് നമ്മൾക്കിപ്പോൾ 6 ഡയമണ്ട് കിട്ടി. ഓക്കെ പിന്നെ നമ്മളെ പെട്ടിയിൽ എത്ര 5 എണ്ണം ഉണ്ട് തോന്നുന്നത്. നോക്കട്ടെ 5 എണ്ണം അല്ല 5 എണ്ണം തന്നെയാണ് 6 എണ്ണം. അപ്പോൾ ഗൈസ് നമുക്ക് 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഗൈസ് നമുക്ക് ഇനിയും ഡയമണ്ടും കാര്യങ്ങളൊക്കെ വേണം. നമുക്ക് ഡയമണ്ട് എടുക്കാം. ഓക്കെ അപ്പോൾ നമുക്ക് ഡയമണ്ട് ആകെ 12 ഉള്ളൂ കിട്ടണേ. കാരണം ഗൈസ് നമുക്ക് ഡയമണ്ട് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് ഈ വീഡിയോയിൽ ഗൈസ് എന്ത് ഡയമണ്ട് ആർമർ ആവാനുള്ള ഡയമണ്ട് ആർമറില്ല നെതറൈറ്റ് ആർമർ ആവാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. കാരണം ഗൈസ് ഒരു 12 ഡയമണ്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ ഗൈസ്. എന്തുണ്ടാക്കാൻ നമ്മൾ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ അതിനൊരു ഇതുണ്ട്. അതുകൊണ്ട് ഗൈസ് നമ്മൾ ഈ വീഡിയോയിൽ നിന്നാൽ ഗൈസ് നമുക്ക് നെതർക്ക് പോയിക്കാണ്ട് പിഗ് സ്പോണിങ് ഏരിയക്ക് പോകാം. അതായത് ഓല താവളത്തേക്ക് പോയിക്കാണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും കാര്യങ്ങളും എടുക്കുക. അതായത് ആ ബുക്ക് ചിലപ്പോൾ ആ ബുക്ക് എന്തായാലും ഓല സ്ഥലത്തുണ്ടാവും ഗൈസ്. പിഗ്ലിൻസ് സ്പോണാവേണ്ട സ്ഥലത്ത് എന്തായാലും ഉണ്ടാക്കും. ഗൈസ് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് അതിന് മുമ്പേ ഗോൾഡും കാര്യങ്ങളും ഒക്കെയാണ്ട് എന്തെങ്കിലും ഹെൽമെറ്റ് ഉണ്ടാക്കാം. ഓക്കെ അതാകും നല്ലത്. നമ്മളൊക്കെ ഇതുണ്ട് ലാഭം ആണ്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഫുള്ള് ഗോൾഡ് ഒന്ന് സ്മെൽറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഗോൾഡൻ ഹെൽമെറ്റ് ഉണ്ടാക്കി അത് ഗൈസ് കൈക്ക് തലയിലിട്ടിട്ടുണ്ട്. ഒക്കെ കൈക്കലല്ല തലയിലിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 6 ഗോൾഡും 3 ഗോൾഡൻ ക്യാരറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ വെറുതെ ഇതിന് ഉണ്ടാക്കിയതാണ്. ഓക്കെ തന്നെ ഗൈസ് നമുക്ക് മുകളിലോട്ട് പോകണം. ഓക്കെ അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളെ മുകളിലേക്ക് എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ മുകളിലോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഗൈസ് മുകളിൽ രാത്രിയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഗൈസ് കഴിച്ചിലായി. ഗൈസ് നമ്മളൊക്കെ എല്ലാം ഉണ്ടെന്ന് ഞാൻ ഓക്കെ ഉറപ്പാണ്. കളി ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഞങ്ങൾ ബലി വന്നുകൊണ്ട് കൊണ്ട് അടിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ കുറച്ചൊരു പേടിയാണ് എനിക്ക്. എങ്ങാനും അടിക്കെങ്ങാനും ഇതിപ്പോൾ എങ്ങോട്ടാ പോകണ്ടിയാ ഇതാ ഞാൻ പറഞ്ഞില്ല. ഇതാണ് ഇതിൻ്റെ കുഴപ്പം. ഇനി നമുക്ക് മുകളിലോട്ട് പോകണം. പെട്ടെന്ന് പോവാം. ഇയങ്ങപ്പം ചാവും. ഇപ്പം പഴമാകും. അതെ പെട്ടെന്ന് പക്ഷെ നമുക്കൊരു മതിൽ സെറ്റപ്പ് വെക്കേണ്ടി വരും ഇപ്പം തന്നെ. കാരണം നമ്മളിപ്പോൾ തന്നെ അടിക്ക് വീണ് ചാവാനായിരിക്കും. ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇങ്ങോട്ടല്ല വീണത്. അപ്പോൾ ഇവിടെ ഇത് വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഇതാക്കിയുണ്ട്. ബട്ടതേപോലെ ഒക്കലാണ്. അല്ലോ തള്ളച്ച് ഇത് ഇങ്ങോട്ട് ബോംബിടണം. ഇത് മതിരാ നമുക്ക് അങ്ങോട്ട് ഓടാം. അതേ ഒരു വഴിയുള്ളൂ. അവിടെ മറ്റേ കാട്ടി ഇതുണ്ട്. ഇതാ നമ്മൾ കണ്ട്
ഈ പന്നിയാൾ ഇത് ഈ നെതറിൻ്റെ ഉള്ളിലത്തെ പന്നിയാളെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഇതാണ്. അതായത് നമുക്ക് ഇത് കിട്ടി പെട്ടെന്ന്, നെതറൈറ്റ് പെട്ടെന്ന് കിട്ടി, ബട്ട് നമുക്ക് ഡയമണ്ട് പെട്ടെന്ന് കിട്ടുന്നില്ല. അതെന്ത് സംഭവം? നെതറൈറ്റ് എത്ര പെട്ടെന്നാണ് നമുക്ക് 6 കിട്ടിയതേ, പക്ഷേ ഡയമണ്ട് നോക്കി പോയപ്പോൾ ഡയമണ്ട് കിട്ടിയില്ല. ആലോചിച്ച് നോക്കി നിങ്ങൾ. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഷീൽഡ് കഴിക്കുന്നോട്ട് ആവശ്യമില്ലാത്ത എല്ലാ കുന്ത്രണ്ടങ്ങളും ഒക്കെ വയസ്സായിക്ക്. ഇത് വേണം, ഇത് വേണ്ട. പിന്നെ ഈ കല്ലൊക്കെ എന്തിനാണ്? കല്ലുണ്ടായിക്കോട്ടെ. പിന്നെ അതായത് നമുക്ക് എന്ത് പോയി വെക്കാം, ഈ ഇത് മാറ്റിക്കൊണ്ട് വെക്കാം. പിന്നെ ആക്സ് വെറുതെ എന്തിനാണ് കളയുന്നത്, അതും വെക്കാം. ടോർച്ച് അത് നമ്മൾ കണ്ട് അതെടുത്ത് ഓടി, അതെ അതിൻ്റെ പൈത്തൽ അത് ഓടുന്നതാണ്. ഇവിടെയൊക്കെ ഫൈറ്റ് ബോയ്സ്. സ്പോണിങ് ഏരിയ ഇല്ലല്ലോ എല്ലാ. നമുക്ക് ഈ പിഗ്ലിൻസ് സ്പോണാവേണ്ട മറ്റേ വലിയൊരു കൊട്ടാരം പോലത്തെ സെറ്റപ്പ് ചെയ്യാം. അവിടേക്കാണ് ശരിക്കും നമുക്ക് പോകേണ്ടത്. ഞാൻ ആ സ്ഥലം ഒന്ന് കണ്ടുപിടിക്കട്ടെ. നമ്മുടെ ഫുള്ള് ലാവൊക്കെയാണ്. അതൊക്കെ ഏത് മുഗാണ്ടിലാണോന്ന് അല്ലാക്കറിയാം. നമ്മളൊക്കെ പിന്നെ ഇതായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഗോൾഡൻ എന്നിട്ടുണ്ട്. അത് മറ്റേത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ബുക്ക് കിട്ടുന്നെങ്കിൽ ഇത്ര പണിയൊന്നും ചെയ്യണം. എപ്പോഴും നമ്മൾ നെതറായിട്ട് ആർമറും ടൂൾസൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ അതില്ലാത്താണ് പണി കിട്ടിയത്. അതിപ്പോൾ എവിടെയാണോ എന്തോ അത് കണ്ടുപിടിക്കണ്ടേ. നമ്മൾ ഫ്രീ ഫയർ ഞാൻ എന്നാൽ ആ സ്ഥലം ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്ക് മറ്റേ പിഗ്ലിൻസ്, അതായത് നമുക്ക് സാധനം തരുന്ന ഓലിയ ഇവിടെ ഓലിട്ട് നമുക്കൊന്ന് ട്രൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് നമുക്ക് ഗോൾഡ് കൊടുത്തുകൊണ്ട് ഓലേക്കൊന്ന് എന്താ കിട്ടൽ നോക്കണം. ഈ സോല സ്പോണിങ് ഏരിയ കാണില്ല. അതായത് ഓരോ ബേസ് ഉണ്ടാവില്ല, ഒരു വലിയൊരു ബേസ് ഉണ്ട് വലുത്, അത് കാണുന്നില്ല. വരുന്നത് ഇത് നമ്മൾക്ക് ഒരു ഗോൾഡ് ഇട്ട് കൊടുക്കാൻ പറ്റും. തരല്ലേ എന്താ? ഒബ്സീഡിയൻ ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതെന്താ ഫയറിൻ്റെ ഫയർ 3 മണിക്കൂറില്ല. അതോ കൊടുക്കട്ടെ. ഇപ്പം എന്ത് തേങ്ങ ഇട്ടിക്കണം അവിടേക്ക്. ഇവനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചണ്ട. ഓക്കെ, ഇവൾക്ക് ഒരു ഷോട്ട് കൊടുത്തോക്കാം. ഇവലെങ്ങാനും തന്നാലും നമുക്ക് വിലക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ പൊട്ടിച്ച ഇത് സോൾ സാൻഡും കിട്ടി. അതേപോലെ മറ്റേ എന്തും കിട്ടി, തീ ഉണ്ടാക്കുന്ന സാധനം. ഇവിടെ എവിടെയെങ്കിലും ബേസ് ഉണ്ടായിരുന്നു. ബേസ് നമുക്കിപ്പോൾ തന്നെ ഈ വീഡിയോയിൽ ഫുൾ നെതറൈറ്റ് ആർമറാണ്. ഫുള്ളല്ല, ഒരു 2 നെതറൈറ്റ് ആർമറാണ്. ഇവിടെയൊക്കെ ഒരു ബേസ് കൊണ്ട് കൊന്നു വെച്ചൂടെ? അതൊക്കെ ഒന്ന് വേറെ പണിയായി. ബേസ് ഇവിടെ എവിടെയും കാണുന്നില്ല. ഇവിടെ ഒന്നുമില്ല ബേസ്, ഇവിടെ എവിടെയില്ല. അതിൻ്റെ മേൽക്കൂടി അതല്ലാവാൻ തൂങ്ങണേ, മറ്റേ കേക്കിൻ്റെ മേൽക്കൂടി ഒലിച്ചു തരുന്ന പോലെ. അതായത് കേക്കിൻ്റെ മേൽക്കൂടി എന്തെങ്കിലും ഗ്രീം ഒലിച്ചു തരേണ്ട പോലെ ഉണ്ടെന്ന്. ഓക്കെ, സ്പോണിങ് ഒന്നും കിട്ടുമോ?
അപ്പോൾ ഇവിടെ നമുക്ക് നെതറിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായാലും ഇനി കിട്ടാൻ ചാൻസ് ഇല്ല. അതായത് നെതറിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അതായത് മറ്റേ 2 സ്ഥലവും ഇല്ല. മറ്റേ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. മറ്റേ അതിൻ്റെ അവിടെ ഇല്ല, അതേപോലെ തന്നെ ഇവിടെ ഇല്ല. പിഗ്ലിങ്ങിൻ്റെ സ്പോണിങ് ഏരിയ തന്നെ കാണില്ല. സ്പോണിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബേസ് അങ്ങനെ കിട്ടിയാൽ ഒന്നും നോക്കണ്ട, നമുക്ക് പോകാൻ പെട്ട് വന്നാൽ എന്തായാലും ഓരോ തന്നെ ഒരു മാറ്റം കിട്ടും. ആ കാര്യത്തിൽ ഉറപ്പാണ്. നമ്മളെ ഫുള്ളുണ്ട്. ചത്തില്ല. നമ്മൾ കറങ്ങി ഇതെവിടെ എത്തി? നമുക്ക് ഇവിടെ നിന്ന് ഇവനെ കിട്ടി ഗൈസ്. നമുക്ക് ഇവനെ കിട്ടി. അയ്യ അല്ല കേട്ടോ, അയ്യ. നമുക്കങ്ങനെ ഇവനെ കിട്ടി ഗൈസ്. നമുക്കിനി ഇവനെ വലുതാക്കാം. ശരിക്കും ഇവനെ നോക്കിയൊന്നല്ല വന്നത്. ഓക്കെ നോക്കി നമുക്ക് അവർക്കും കൂടി പോകാം. അതിൽ നിന്നാണ് കഴിച്ച് നമുക്ക് ബോൺ മീൽ കിട്ടൽ. ഇതുകൊണ്ട് ബോൺ മീൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതുകൊണ്ട് കല്ലല്ല ഉണ്ടാക്കൽ. ഇതിൻ്റെ പേരെന്താ? ബോൺ ബ്ലോക്കാ. കഴിച്ച് നമുക്ക് ഇത് പൊട്ടിച്ചുകൊണ്ടുപോകാം. അയ്യോ എല്ലാം കൂടി കഴിച്ച് ഇതൊക്കെ ഞാൻ പൊട്ടിച്ച് അവിടേക്കും കൂടി ഒന്ന് പോയി നോക്കട്ടെ. അതിൻ്റെ അവിടേക്കും കൂടി ഓക്കെ. അപ്പോൾ ഇവിടെ കുട്ടി കഴിച്ച് നമുക്ക് ഇത് പൊട്ടിച്ചുണ്ടാവുക, ഈ ബോൺ മീലിൻ്റെ ഈ സാധനം. കഴിച്ച് നമ്മളിപ്പോൾ പടമായിരുന്നു. പക്ഷെ ആ പടമൊക്കെ കഴിച്ച് നമ്മളെ സ്കൾട്ടൻ ചേട്ടാ എല്ലാവരും കൂടി ഇങ്ങോട്ട് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരണേ. കഴിച്ച് അവിടെ നിങ്ങളൊരു ഇത് കണ്ടോ? അവിടെ മറ്റേ ഇതിൻ്റെ ഈ സാധനം കിട്ടേണ്ട ഇതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ചാവാതെ നിന്നാൽ മതി. എനിക്ക് ഇവിടെ ഫുള്ള് സ്കൾട്ടൻസ് ഒക്കെ സ്റ്റോണാണ്. ഇത് ഇതിൻ്റെ മേലെ എത്ര പെട്ടെന്ന് ലൈഫ് പറയണേ. ബിക്കോസ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ടോർച്ച് വെച്ചാണ്ട് പോകാം, അല്ലെങ്കിൽ ഇവിടെ മിന്നിങ് കാര്യങ്ങളൊക്കെ ഇത് സ്പോൺ ആക്കും. ഇത് അങ്ങോട്ട് പോയിക്കോ. ഓക്കെ. ബിക്കോസ് അവിടെ മറ്റേ ഇതിൻ്റെ സ്പോണിങ് ഏരിയ, ഞാൻ പിഗ്ലിങ്സിൻ്റെ സ്പോണിങ് ഏരിയ ആണോ എന്ന് എനിക്കറിയില്ല. എല്ലാന്നാണ് തോന്നണേ. ബിക്കോസ് അവിടെ സ്കൾട്ടാണ് നിൽക്കണേ. അവിടുന്ന് ഒരു അടി കിട്ടിയ ശേഷം നമ്മൾ നേരെ അടിക്ക് പോകും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. നമ്മൾ പോകുന്നതിന് മുമ്പ് കഴിച്ച് നമുക്ക് ഫയറിൻ്റെ ഈ മരുന്ന് കുടിച്ചുകൊണ്ട് പോകാം, പോഷനെ. അതായത് നമ്മൾ അടിക്ക് പോണ അത് എറിൻ്റെ ചേടാ നമുക്ക് കണ്ട് എടുത്ത് ചാടിയാലോ? പോയി. പക്ഷെ നമുക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും വെച്ച് പോകണം കഴിച്ച്. ഓക്കെ. അത് അടിക്ക് പോയി. ഞാൻ കുടിച്ചിട്ട് സാധനമായിട്ട് കുടിച്ചാൽ നിന്നത്, അതാണ്ട് ചാടിപ്പോയി. നമുക്ക് അടിക്കും. നമ്മൾ മറ്റേ കോട്ടയാണ്, അതായത് നമ്മൾ അവിടെ ഉള്ള ഇതിനെയാണ്. ഇതിൻ്റെ അടിയിലോട്ടേക്ക് എങ്ങനെ പോകുന്ന വെച്ച് ഞാൻ ആലോചിക്കണേ. ചാവുന്ന എൻ്റെ പേര്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇതുപോലെ ആക്കാം. അവിടുന്ന് ഞാൻ സ്കൾട്ടൻ അടിച്ചാലോ? ഇതേപോലെ കെട്ടി വെക്കാം. ഓക്കെ. നമുക്ക് അവിടെയൊക്കെ സ്കൾട്ടൻസ് സ്പോണാവുന്നുണ്ട്. അതാണ് മെയിൻ പ്രശ്നം. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നെങ്കിലും ഒരു ഇത് കിട്ടിയാൽ മതിയായിരുന്നു. ആ ബുക്ക് ഡയമണ്ട് ആർമറും ടൂൾസൊക്കെ ഉള്ള സെങ്ങാൻ ഇതൊക്കെ പോയാൽ പിന്നെ ഫസ്റ്റിന് നല്ലത് ഒപ്പിച്ചെടുക്കണം. അതാണ് മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. പോയാൽ എല്ലാം പോയി, ഒന്നും പോകാതിരിക്കില്ല. ഓക്കെ. ആ പിഗ്ലിങ്സിൻ്റെ സ്പോണിങ്ങനെ പിന്നെയും കുഴപ്പമില്ല. ഇത് മറ്റേ ഇതായി പോയി ഒരുമാതിരി. സറിയാ ഇതുണ്ടല്ലോ, നമുക്ക് ഏതായാലും ഇത് കിട്ടി, ഈ കുട്ടീനെ ട്രേഡ് കാസ്റ്റ്. അപ്പോൾ നമുക്ക് അതിനെ വളർത്തി വെച്ച് നമുക്ക് പറന്നൊക്കെ പോവാം. ഇവിടെ നിന്നല്ല, ഇതിന്ന് ഇവിടെയൊക്കെ ഇത് സ്പോണാവുന്നുണ്ട്.
അപ്പോൾ എന്നാൽ ഗൈസ് നമ്മൾ ഈ വീഡിയോയിൽ എന്നാൽ എടുക്കാൻ നിൽക്കണേ അപ്പോൾ തന്നെ കുറേ ടൈമും കാര്യങ്ങളൊക്കെ ഗൈസ് നമ്മൾ ഡയമണ്ട് എടുക്കാൻ പോയി. ഡയമണ്ട് ആകെ 12 കിട്ടി. നെതറേറ്റ് ആക്കാൻ വേണ്ടി ബുക്ക് നോക്കി പോയി, ബുക്കും കിട്ടിയില്ല, ഒരു കിണ്ടിയും കിട്ടിയില്ല ഉള്ള അവസ്ഥയിലായി ഗൈസ്. എന്ത് ചെയ്യാനാ. അപ്പോൾ ഗൈസ് എന്നാലേ നമുക്ക് അടുത്ത വീഡിയോയിൽ ഗൈസ് 15ാമത്തെ എപ്പിസോഡിൽ ഗൈസ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. ബുക്ക് ഉണ്ടെങ്കിൽ ഗൈസ് നമ്മൾ നെതറൈറ്റ് ആർമർ എന്തായാലും അടുത്ത വീഡിയോയിലാവും. കാരണം ഗൈസ് നമ്മൾ ഓഫ് ക്യാമറയിൽ നിന്ന് ഡയമണ്ട് എടുത്തുകൊണ്ട് ഗൈസ് ഞാൻ ഈ വീഡിയോ അതായത് ഈ എപ്പിസോഡ് വരെ ഗൈസ് ഞാൻ ക്രിയേറ്റീവ് ആക്കാതെയാണ് എല്ലാ സാധനങ്ങളും എടുത്തത്. നെതറൈറ്റ് ആയാലും ശരി, ഡയമണ്ട് ആയാലും ശരി, എമറാൾഡ് ആയാലും ശരി, കണ്ട ഗൈസ് ഒന്നും ഞാൻ ക്രിയേറ്റീവ് ആക്കിയിട്ടില്ല ഗൈസ്. കണ്ട ക്രിയേറ്റീവ് തന്നെ ആക്കിയിട്ടില്ല. എല്ലാതും ഗൈസ് ഞാൻ പണി എടുത്ത് ഉണ്ടാക്കിയ സാധനങ്ങൾ അത് മൊത്തം ഒക്കെ വെറുതെ അല്ല ഗൈസ്. പെട്ടെന്നൊന്നും നെതറൈറ്റ് ആർമർ ആവാൻ പറ്റത്. നെതറൈറ്റ് കിട്ടിയാൽ ഡയമണ്ട് ഉണ്ടാവില്ല, ഡയമണ്ട് കിട്ടിയാൽ ബുക്ക് ഉണ്ടാവില്ല, ബുക്ക് കിട്ടണമെങ്കിൽ ആവാനും പറ്റില്ല ഉള്ള അവസ്ഥയിലായി ഗൈസ് ഇത് മൊത്തത്തിൽ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളെ വീട് എവിടെ നിന്ന് അള്ളാഹ്ക്കറിയാം. കാരണം ഗൈസ് ഞാൻ ഏതൊക്കെ വഴിക്കൂടി ഇങ്ങനെ നടന്ന് വന്ന് അങ്ങനെ ലാസ്റ്റ് ഇവിടെ എത്തിയത്. ഇവിടെ ബുക്ക് ചെയ്യുന്ന ഗൈസ് നമ്മൾ പെട്ടെന്ന് അറിയാം. പെട്ടിട്ട് നമുക്ക് പിന്നെ നമ്മളെ വേൾഡിലോട്ട് പോയി അവിടെ ഉള്ള ഓരോ സ്ഥലത്തേക്ക് പോയിക്കാണ്ട് അവിടുന്ന് ബുക്ക് ഒപ്പിക്കാൻ കിട്ടുമോ, ഒപ്പിക്കല്ല എന്തായാലും കിട്ടുമോ, അവിടേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മളെ ഇന്നത്തെ വീഡിയോ ഗൈസ് മൈൻക്രാഫ്റ്റിൻ്റെ. അടുത്തൊരു എപ്പിസോഡുമായി നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ.